എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ പുതിയ സിനിമ വന്നിട്ടുണ്ട്, നമ്മുടെ നാദിർ ഷായുടെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിൻ. അപ്പോൾ ആ സിനിമയുടെ റിവ്യൂ ഒന്ന് നമുക്ക് പരിശോധിക്കാം ഈ വീഡിയോയിലൂടെ. അമർ അക്ബർ ആൻ്റണി, കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ പോലുള്ള മലയാളികൾക്ക് എന്നും ആസ്വദിക്കാൻ കഴിയുന്ന ചിരിപ്പടങ്ങൾ ഒരുക്കിയ നാദിർ ഷാ ഒരുക്കിയ പുതിയ ചിത്രമാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. ഒരു രാത്രിയിൽ കൊച്ചിയിൽ സംഭവിക്കുന്ന അപ്രതീക്ഷിത സംഭവവികാസങ്ങളും വഴിത്തിരിവുകളും നിറഞ്ഞ ചിത്രം ആണ് നാദിർ ഷായുടെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന ഈ ചിത്രം. കൊച്ചിയിലെ മയക്കുമരുന്ന് മാഫിയയും അതിനു പിന്നാലെയുള്ള ഒരു പോലീസ് ഓഫീസറുടെയും അന്വേഷണത്തിലൂടെയാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. തരികിട പരിപാടികളുമായി ജീവിതം മുന്നോട്ട് നീക്കുന്ന ഹൈബിയും UK പോയി ജോലി ചെയ്ത് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു നടക്കുന്ന ജാനകിയുമാണ് കഥയിലെ നായകനും നായികയും. ഇവരുടെ ജീവിതത്തിലേക്ക് SI ആയ ആനന്ദ് എത്തുന്നതോടെ സംഭവിക്കുന്ന ട്വിസ്റ്റുകളിലൂടെയാണ് സിനിമ മറ്റൊരു തലത്തിലേക്ക് എത്തുന്നത്. സമകാലീനമായ വിഷയങ്ങളും ചിത്രം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതായത് പുതുതലമുറയെ കാർന്നു തിന്നുന്ന മയക്കുമരുന്ന് കച്ചവടവും അതിൻ്റെ പിന്നാമ്പുറ രഹസ്യങ്ങളും സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ക്രൈം ഡ്രാമയ്ക്കൊപ്പം തന്നെ സൗഹൃദവും പ്രണയവും തിരക്കഥയിൽ എഴുതി ചേർത്തിരിക്കുന്നു. സംവിധായകനും തിരക്കഥാകൃത്തുമായ റാഫിയുടെ മകൻ മുബിൻ M റാഫിയാണ് ഹൈബിയായി എത്തുന്നത്. പുതുമുഖ താരമെന്ന് തോന്നിപ്പിക്കാത്ത വിധത്തിലുള്ള പ്രകടനമാണ് മുബിൻ കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ തിരക്കഥയും റാഫിയുടേതാണ്. നാദിർ ഷാ റാഫി കൂട്ടുകെട്ട് ഇത് ആദ്യമായാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഒന്നിക്കുന്നത്. മുബിൻ തൻ്റെ വേഷം മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട്. ആക്ഷനിലും തമാശയിലും ഡാൻസിലും എല്ലാം ഭാവി പ്രതീക്ഷ കൂടിയാണ് ഈ നടൻ എന്ന് പറയാം. ദേവിക സഞ്ജയ് ആണ് നായികയായി എത്തുന്നത്. ഇതിനോടൊപ്പം എടുത്തു പറയേണ്ട റോൾ അർജുൻ അശോകൻ്റെതാണ്. നായക തുല്യമായ വേഷത്തിൽ SI ആനന്ദായി അർജുൻ തിളങ്ങുന്നുണ്ട്. അല്പം സൈക്കോയാണോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പ്രകടനമാണ് അർജുൻ അശോക് കാഴ്ചവെക്കുന്നത്. കൂടാതെ ഷൈം, ടോം ചാക്കോ, ജാഫർ ഇടുക്കി, സാജു നവോദയ എന്നിങ്ങനെ ഒരുപിടി മികച്ച താരങ്ങൾ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. അടിസ്ഥാന കഥ കേട്ടു പരിചയമുള്ളതാണെങ്കിലും സമകാലീനമായ വിഷയങ്ങളും ചിത്രം ചർച്ച ചെയ്യുന്നുണ്ട്. കേരളത്തിലെ തൊഴിലില്ലായ്മ, ഉയർന്ന തുക കൊടുത്തതാണെങ്കിലും വിദേശത്തേക്ക് ചേക്കേറുന്നതും വിദേശത്തെ ഉന്നത ജീവിത നിലവാരം സ്വപ്നം കാണുന്നതുമായ യുവതി യുവാക്കൾ, ഇതിനെല്ലാം അപ്പുറം സമൂഹത്തെ കീഴടക്കുന്ന മയക്കുമരുന്നെന്ന ഭീകര വിപത്തും ഈ ചിത്രത്തിലെ പല സന്ദർഭങ്ങളിലായി വന്നു പോകുന്നുണ്ട്. ഒരു തവണ അകപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും പുറത്തു വരാനാകാത്ത ചക്രവ്യൂഹമായി മയക്കുമരുന്ന് മാറുന്നത് എങ്ങനെയെന്ന് ചിത്രം കാട്ടിത്തരുന്നുണ്ട്. മയക്കുമരുന്ന് മാഫിയക്കെതിരായ ചിത്രമായി കാണാമെങ്കിലും അത് പ്രേക്ഷകർ നല്ല രീതിയിൽ സ്വീകരിക്കുമോ എന്ന് സംശയമാണ്.